ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 4 തരം സെൻറ്റൻസുകളും എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് 4 തരവും കൂടെ ഒന്നിച്ച് വന്നാൽ എന്ത് ചെയ്യും? 4 തരം സെൻറ്റൻസും കൂടെ ഒന്നിച്ച് വരിക, മിക്സായിട്ട് വരിക, എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ചെറിയ ചില വേലകളൊക്കെ ചെയ്യേണ്ടി വരും. അതായത് ഞാൻ ഈ ബോർഡിൽ അത് ബ്ലാക്ക് എങ്കിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ വേണം ഹി ആഡഡ്, ഹി ഓൾസോ സെൽസ്, ഹി ഫർദർ സെൽസ്, ഇൻ അപ്രീസിയേഷൻ ഹി സെൽസ്. നല്ലൊരു കാര്യമാണെങ്കിൽ ടയേർഡ് ആൻഡ് എക്സോസ്റ്റഡ് ഹി സെൽസ്, ഒരു വിഷമത്തിലാണെങ്കിൽ. ഇങ്ങനെ ചെറിയ ഉള്ള പാസേജിൻ്റെ മൊത്തത്തിലുള്ള ഒരു വികാരം എന്നെല്ലാം പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ അതിനെ റിപ്പോർട്ടർ സ്പീച്ച് ആക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പാസേജാണ്, ഇതിനകത്ത് എല്ലാത്തരം സെൻറ്റൻസുകളും ഉണ്ട്. ഒരു 2 പേര് തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ഇതിനകത്തുള്ളത്. ഒരു മനുഷ്യനും ഒരു കുട്ടിയും. ഇപ്പോൾ അവർ തങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ മനുഷ്യൻ ചോദിക്കുന്നു, നീ ഇന്ന് സന്തോഷവാനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കുട്ടി പറയുന്നു, എനിക്കിന്ന് എൻ്റെ പേരൻസ് ഒരു ഗിഫ്റ്റ് തരും. അപ്പം വീണ്ടും അയാൾ ചോദിക്കുകയാണ്, ആ സ്ട്രേഞ്ചർ ചോദിക്കുകയാണ്, എന്ത് ഗിഫ്റ്റാണ് നിനക്ക്? നിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള സംഗതികളൊക്കെ ആണോ? അപ്പം കുട്ടി പറയുന്നു, അതൊക്കെ ഇപ്പം ഞാൻ പറയത്തില്ല, ഞാൻ പിന്നെ പറയാം. എനിക്ക് കിട്ടുമ്പം ഞാൻ താങ്കളുമായിട്ട് അത് ഷെയർ ചെയ്യാം. അപ്പോൾ ആ മനുഷ്യന് ഒത്തിരി സന്തോഷം തോന്നി. ഇവൻ്റെ മാനസികാവസ്ഥ, ഇവനൊരു നല്ല പയ്യനാണല്ലോ, അപ്പോൾ നിന്നെ ദൈവം അനുഗ്രഹിക്കും തീർച്ചയായിട്ടും. കാരണം ഇവൻ ആ ഗിഫ്റ്റ് ഷെയർ ചെയ്യാമെന്ന് പറയില്ല. അതുകൊണ്ട് അതാണ് ഇവിടെ തന്നിരിക്കുന്ന ഒരു നമ്മൾ ആ കോൺവെർസേഷൻ്റെ ഒരു അല്ലെങ്കിൽ ഡയലോഗ്, തങ്ങളിലുള്ള ഡയലോഗിൻ്റെ അർത്ഥം. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതെങ്ങനെയാണ് അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, പറ്റുണ്ടോ? അപ്പോൾ നമ്മൾ പറയാണ് പാസേജസ് എങ്ങനെയാണ് മാറ്റുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു പാസേജ് കഴിയുമ്പം ഒരു പാസേജ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പാസേജസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യണം നമ്മൾ. അതാണ് ദ മാൻ സെഡ് ടു ദ ബോയ്, യു സീം ടു ബി വെരി ഹാപ്പി, വാട്ട് ഈസ് ദ മാറ്റർ? അപ്പം ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തതൊരു WH ക്വസ്റ്റ്യനാണ്. ഇനി ദ ബോയ് റിപ്ലൈഡ്, today I will get a gift from my parents. They have promised to send it to me by this evening. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഒരാളിങ്ങോട്ട് ചോദിക്കുന്നപ്പം മറ്റേ ആൾ അങ്ങോട്ട് പറയുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്താ? റിപ്ലൈഡ്. അങ്ങനെ അതായത് പറയാം, ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്, സെഡ് ദ മാൻ. What do you think your gift will be? ഒരു എക്സ്ക്ലമേഷൻ അതിനകത്ത്. അതുപോലെ തന്നെ ഒരു WH ക്വസ്റ്റ്യൻ ഉണ്ട്. What do you think gift will be? Will it be something you need in your daily life? അതെന്താണത്? അതൊരു yes or no ക്വസ്റ്റ്യനാണ്. No, it's something special. When I get it, I will share it with you, said the boy. അതല്ല, ഞാനത് എന്നോട് ഇപ്പം പറയുന്നില്ല, പിന്നെ പറയാം, പിന്നെ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എന്നോട് ഷെയർ ചെയ്യാം. ഓ, വാട്ട് എ നൈസ് ബോയ് യു ആർ! എക്സ്ക്ലമേഷൻ ആൻഡ് സെഡ്, ഷുവർ ഗോഡ് വിൽ ഷവർ ഹിസ് ബ്ലെസ്സിങ്സ് അപ്പോൺ യു, സെഡ് ദ മാൻ ആൻഡ് ബ്ലെസ്ഡ് ഹിം. ഇതാണ്. അപ്പോൾ നല്ലൊരു കുട്ടിയാണ്, കാരണം നിനക്ക് പങ്കുവയ്ക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, അതുപോലെ ദൈവവും നിന്നെ അനുഗ്രഹിക്കും. ഇതാണ്. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തരം സെൻറ്റൻസുകളും വന്നിട്ടുണ്ട്, അല്ലേ? ഇനി എങ്ങനെയാണ് ഞാൻ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കിയിരിക്കുന്നത്? അത് നിങ്ങളപ്പം നോക്കി ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ടോ? ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ചേർത്തിരിക്കുകയാണ്. അപ്പം പറയാണ്, ദ മാൻ ടോൾഡ് ദ ബോയ് ദാറ്റ് ഹീ സീംഡ് ടു ബി വെരി ഹാപ്പി
and asked him, അതിനകത്തില്ല, asked him what the matter was. WH ക്വസ്റ്റിനെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കണം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കെല്ലാം പോയി, ഇൻവെർട്ടർ കോമ പോയി. അപ്പം the boy replied saying that, സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, അപ്പം that day he would get a gift from his parents and added, കൂട്ടിച്ചേർത്തുള്ള, that they had promised to send it to him by that evening. ബാക്കിയുള്ള എല്ലാം നമ്മൾ മറന്നുപോയത് ഇൻവെർട്ടർ കോമ മാറ്റുക, ഇങ്ങനത്തെ എല്ലാം വേണം. പക്ഷെ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ളതാണ്. ആഡഡ് എന്നുള്ളത്, ആഡഡ് ഉണ്ടോ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആഡഡ് എന്ന് പറയാം. ഓക്കെ. ദാറ്റ് ഈവനിങ് ദ മാൻ എക്സ്പ്രസ്ഡ് ഹിസ് അപ്രീസിയേഷൻ. അതാണ്, അത് ഇതിനകത്തില്ല. പക്ഷെ ആ മൊത്തം പാസേജിനകത്തുള്ളൊരു വികാരമാണ്. ദ മാൻ എക്സ്പ്രസ്ഡ് ഹിസ് അപ്രീസിയേഷൻ ആൻഡ് wanted to know what he thought would be his gifts. അതാണ്. അപ്പം ആ കുട്ടിയുടെ റിപ്ലൈ കേട്ടിട്ട് അയാൾക്കൊരു അപ്രിസിയേഷൻ വന്നു. അത് ആ പാസേജിലുണ്ടത്. അപ്പോൾ അതാ നമ്മൾ കൂട്ടിച്ചേർക്കണം. മനസ്സിലായോ? ദാറ്റ് മൈറ്റ് ബി ഹി ഫർദർ ആസ്ക്ഡ് ഹിം. ഫർദർ ഇതിനകത്തില്ല, പക്ഷെ വീണ്ടും ചോദിച്ചു, അല്ലെ അങ്ങനെയുള്ള അർത്ഥമാണല്ലോ. ഹി ഫർദർ ആസ്ക്ഡ് ഹിം വെദർ ഇറ്റ് വുഡ് ബി സംതിങ് ഹി നീഡഡ് ഇൻ ഹിസ് ഡെയിലി ലൈഫ്. വെദർ വരാൻ കാര്യമല്ല, അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു. മനസ്സിലാവുന്നു. ആൻഡ് ദ ബോയ് ആൻസർ, അതിനകത്തില്ല. ദ ബോയ് ആൻസർ എന്നുള്ളതിനകത്തില്ല, പക്ഷെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. ദ ബോയ് ആൻസർ ദാറ്റ് ഇറ്റ് വാസ് സംതിങ് സ്പെഷ്യൽ ആൻഡ് assured him that he would share it with him when he got it. അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ അഷ്വേർഡ് ഹിം. അത് ഇതിനകത്തില്ല, ആ പാസേജിനകത്തില്ല, പക്ഷെ നമ്മളത് കൂട്ടിച്ചേർക്കുന്നു. പറയാൻ പറയും, ഒരു പാസേജ് ചെയ്യുമ്പം നമുക്ക് കുറച്ചൊരു പാസേജിലുണ്ടാകുന്ന ഒരു എമോഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കളയാതിരിക്കണം. ഒരു കണക്കിന് പറഞ്ഞാൽ ഇതൊരു ട്രാൻസ്ലേഷൻ അല്ലേ. ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ഒരു വിവർത്തനം. അപ്പോൾ ആ വിവർത്തനത്തിൽ ഒറിജിനൽ ടെക്സ്റ്റിലുള്ള സംഗതികളൊന്നും നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കില്ല. ഒറിജിനൽ ഉള്ള ടെക്സ്റ്റിലുള്ളതെല്ലാം നമ്മൾ ഇതിനകത്ത് കാണിക്കണം. പിന്നെ നമ്മൾ ഈ കണക്ഷനായിട്ട് ചെയ്യുമ്പോഴിൽ ഹി ഫർദർ ആസ്ക്ഡ്, ഹി ആഡഡ് ആൻഡ് ഹി വാണ്ടഡ് ടു നോ, ഇങ്ങനെ കുറച്ച് എക്സ്പ്രഷൻസൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ assured him that he would share it with him and he got it. The man exclaimed. The man രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് കളയാം. ഓക്കെ. The man exclaimed, exclamation അല്ലേ, the man exclaimed that he was indeed a very nice boy and blessed him and assured him that God would shower his blessings upon him. ഇതാണ് ഇന്നത്തെ കാര്യം. ഇങ്ങനെ ആ ഒരു ഡയറക്റ്റ് സ്പീച്ച് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കിയപ്പം, അല്ലെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കിയപ്പം, ആ ഡയറക്റ്റ് സ്പീച്ചിലുള്ള വികാരങ്ങൾ, അതിൻ്റെ ആ അർത്ഥം, അതെല്ലാം അവിടെ കാണണം. പ്ലസ് ഇതിൻ്റെ കണക്ട് ചെയ്തെങ്കിൽ, അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യുക. ഫർദർ ആസ്ക്ഡ്, ഹി ആഡഡ്, ഹി വാണ്ടഡ് ടു നോ. ഇൻ ഹിസ് അപ്രീസിയേഷൻ, ദറ്റ് ഈസ്
അത് ആ എമോഷൻസാണ്. ആയിപ്പോയില്ല, അപ്രിസിയേഷൻ ആയിപ്പോയില്ല. പിന്നെ ഈ എക്സ്ക്ലൈംഡ് മനസ്സിലായില്ലേ? അതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്, WH ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എക്സാമ്പിൾ മാത്രമാണിത്. നമ്മൾ അങ്ങനെ കണക്കാക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മാസ്റ്റർ ആകണമെങ്കിൽ മാസ്റ്റർ ആകണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിൽ കാണുന്നൊരു ക്വസ്റ്റ്യനാണിത്. അതായത് ഇതിനെ ഒരു പാസേജ് തരിക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെൻറ്റൻസ് തന്നിട്ട് ഇതിനെ റിപ്പോർട്ടർ സ്പീച്ചിലാക്കാൻ പറയുക. ഒരു ഞാൻ പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്കില്ലാണിത്. ആ സ്കില്ല് നമ്മൾ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഭാവിയിൽ നിങ്ങൾ വലിയ ജേർണലിസ്റ്റുകളൊക്കെ ആകുവാണെങ്കിൽ ഇതിന് വളരെ ഉപയോഗമുണ്ട്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റിൽ ഡയറക്റ്റിലേക്ക് ആകാൻ പഠിക്കണം. അത് വളരെ സിമ്പിളാണ്. റിവേഴ്സ് ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഒരു എക്സാമ്പിൾ അതും ചെയ്യാം. ഓക്കെ, ഇപ്പം ഇത്രയും നമ്മൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഇപ്പം സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എപ്പോഴും വരണമെന്നില്ല. ചിലപ്പം 2-3 സെൻറ്റൻസിൻ്റെ ഒരു പാരഗ്രാഫ്, ചെറിയ പാരഗ്രാഫ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു പാസേജ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു വലിയ പാസേജ് ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ആ പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇൻവെർട്ടർ കോമ എടുത്ത് വേണം. പങ്ക്ച്വേഷൻസ് എല്ലാം മാറും. ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലനേഷൻസ് എല്ലാം, പങ്ക്ച്വേഷൻസ് എല്ലാം മാറും. ഫുൾ സ്റ്റോപ്പ് ആകും. സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഡാറ്റ ചേർക്കണം. അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, വെതറാണ്. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കാം. ഇമ്പറേറ്റീവ് ആണെങ്കിൽ ഇൻഫിനിറ്റീവ് ആക്കണം. എക്സ്ക്ലമേഷൻ ആണെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ആക്കിയിട്ട് സെറ്റ് ദാറ്റ് ആക്കും. പിന്നെ അടുപ്പത്തെ കാണിക്കുന്ന വാക്കുകൾ അകലത്തെ കാണിക്കുന്ന വാക്കുകളാക്കണം. അതുപോലെ പേഴ്സൺസ് എല്ലാം ചേഞ്ച് ചെയ്യണം, തേർഡ് പേഴ്സണിലേക്ക് മാറ്റണം. ടെൻസ് എല്ലാം എല്ലാ പ്രസൻറ്റ് ടെൻസുകളും തത്തുല്യമായ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. വിൽ വുഡാവും, ക്യാൻ ഫുഡാവും, മൈറ്റാവും. മസ്റ്റ് തന്നെയാണ്. മസ്റ്റിന് മാറ്റമില്ല. മസ്റ്റെന്നൊരു വാക്കില്ലല്ലോ, അതുകൊണ്ട് മസ്റ്റ് തന്നെയാണ്. മനസ്സിലായത്? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. പ്ലസ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട്, ഒരു ഗ്രാമറിൻ്റെ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് കുറേ എക്സർസൈസ് നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾ ഇതിൻ്റെ മാസ്റ്റർ ആകണം. ഓക്കെ.